വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചെറിയുടെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഗുവാഷ് കളേഴ്സാണ്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്കെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പിക്ചർ സെൻറ്ററിൽ വരുന്ന മാതിരി വെച്ചിട്ട് വേണം സ്കെച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്കാർലറ്റ് റെഡും ബ്ലാക്കും ആണ് മിക്സ് ചെയ്തിട്ടെടുക്കുന്നത്. ഈ പിക്ചറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കും. പിന്നെ റെഡ് ആഡ് ചെയ്ത് കുറച്ചും കൂടി ലൈറ്റാക്കിയിട്ട് അത് അടിച്ചു കൊടുക്കുവാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ റെഡ് അങ്ങനെ തന്നെ അടിക്കും. ഇത് ബ്ലെൻഡാക്കി കൊടുക്കാം നല്ലോണം. അടുത്ത ചെറിയ നമ്മൾ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ വൈറ്റ് എടുക്കുകയാണ്. ഇത്തിരി വൈറ്റും റെഡും മിക്സ് ചെയ്തിട്ട് ഈ ചെറിയുടെ സൈഡിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. കുറച്ച് ഷൈനിങ് വരുന്ന മാതിരി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്. അത് ഇത്തിരി കൂടി വൈറ്റ് കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് അതിന് ഷൈനിങ് കിട്ടുന്ന വരെ നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ മേലത്തെ പോർഷനൊക്കെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അതിന് വന്ന് ബേസ് കളറിനെക്കാട്ടും ഒരു പൊടിക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ അടിയിലത്തെ വശത്തായിട്ട് കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഹൈലൈറ്റ് നമ്മൾ നല്ല വൈറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മാതിരി തന്നെ ആവും. ഇതേമാതിരി തന്നെ ഞാൻ അടുത്തതും വരച്ചെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഗ്രീനാണ് എടുക്കാൻ പോകുന്നത്. ഗ്രീനും ലെമൺ യെല്ലോ ഇത് രണ്ടും മിക്സ് ചെയ്ത് ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡും അതേമാതിരി തന്നെ നമ്മൾ ലൈറ്റായിട്ടുള്ള കളറും മിക്സ് ചെയ്ത് വയ്ക്കാം. സ്റ്റെമ്മിൻ്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് ലൈറ്റ് വരുന്നിടത്ത് ലൈറ്റ് കളറും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡാർക്ക് കളറും കൊടുക്കാം. അതേമാതിരി തന്നെ ലീഫും ഡാർക്കും ലൈറ്റും കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്യാം. ലീഫും നമ്മളൊരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലീഫിനെക്കാട്ടും ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ എടുത്ത് സർക്കിൾ ചെയ്ത് അതിൻ്റെ ബേസിൽ ലൈറ്റ് കൊടുത്ത് പിന്നെ ഹൈലൈറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി. ഈ ചെറിയുടെ ഷാഡോസും കൂടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെയിൻറ്റിങ് ഇവിടെ ഫിനിഷായി. അപ്പോൾ ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.